ഗേൾസിന്റെ പീരീഡ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. ആ സമയത്ത് അവധി നൽകണോ വേണ്ടോ എന്നുള്ള ഡിസ്കഷൻസൊക്കെയാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നല്ലൊരു ഡിസ്കഷനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുമൂലം ഒരുപാട് ആൺകുട്ടികൾക്ക് വ്യക്തമായൊരു ധാരണയുണ്ടായി. എന്താണ് ഈ പെൺകുട്ടികൾക്കുണ്ടാകുന്ന പീരീഡ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പല കോളേജുകളിലും സ്കൂളുകളിലും ആൺകുട്ടികൾക്ക് കൃത്യമായിട്ട് പെൺകുട്ടികൾക്കുണ്ടാകുന്ന പീരീഡ്സിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ഈ അവധി നൽകണോ വേണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്, അവധി എടുക്കേണ്ടിയവർ എടുക്കട്ടെ. അവധി നൽകുന്ന ഒരു പ്രൊസീജിയർ നല്ലതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ചില പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവധിയുടെ ആവശ്യം ഉണ്ടാവില്ല. എന്നാൽ വേറെ ചില പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ PCOD പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അവർക്ക് തീർച്ചയായിട്ടും അവധി കിട്ടുന്നത് നല്ലതാണ്. പെൺകുട്ടികൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതൊരു തരമായിട്ട് എടുക്കരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലുമൊക്കെ സമയത്ത് പീരീഡ്സ് ഇല്ലാത്ത സമയത്ത് പോലും പീരീഡ്സ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്തിട്ട് അവധി എടുക്കുന്ന, അല്ലെങ്കിൽ കറങ്ങാൻ പോകുന്ന ഒരു രീതി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇതൊരു അവയർനെസ് പർപ്പസിന് കൂടി ഉപകരിക്കുന്ന ഒന്നായിട്ട് മാറണം. അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു മനോഭാവം നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾക്കും അത് സൊല്യൂഷൻ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് നീക്കം ഒത്തിരി നല്ലൊരു നീക്കമായിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്ന കാര്യം. താങ്ക് യു.